എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാർക്കലി ധ്യാനോടും രഞ്ജിനോടായിട്ടും പറയണം, അതെ ഇനിയിപ്പൊ നിങ്ങൾക്ക് പോവാനായിട്ട് വേറെ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ മതി, എന്റെ കൂടെ വന്ന് താമസിക്കാം, ഞാൻ നിങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ടോളാന്ന് പറയണേ. ഇത് കേട്ടിഞ്ഞപ്പോ ധ്യാൻ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, കെട്ടിയ പെണ്ണിനെ പോറ്റാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും അനാർക്കലി പറഞ്ഞു, എനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇങ്ങനെ എനിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരാൺകുട്ടിയെ കൊണ്ട് ഞാൻ എന്റെ മോളെ വിവാഹം കഴിപ്പിക്കുള്ളൂ. എന്തുകൊണ്ടും ദേ രഞ്ജു നിനക്ക് യോജിച്ച ഭർത്താവ് തന്നെയാണ് ധ്യാൻ എന്ന് പറയാം. ഇതൊക്കെ കേട്ടോണ്ട് തന്നെ വല്ലാത്തൊരു അവസ്ഥയാണ് വിജയലക്ഷ്മിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിജയലക്ഷ്മി പെട്ടെന്ന് ധ്യാനോട് പറഞ്ഞു, ധ്യാൻ ഇങ്ങോട്ട് വന്നേ, എനിക്ക് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു എന്ത് ചെയ്യണം, ധ്യാന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുക. അതെ, ധ്യാനോട് തന്നെ ഇനിയിപ്പോ സംസാരിക്കണ്ട, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോടും കൂടി ആവാം. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാ, അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു മറയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇനിയിപ്പോ വേറൊന്നും പറയണ്ട. ധ്യാനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് ആരാണെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറയാ. ധ്യാന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് ധ്യാന്റെ കൈയും പിടിച്ചിട്ട് രഞ്ജു പറഞ്ഞു, അതെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ബാ നമുക്ക് പോകാന്ന് പറഞ്ഞ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോഴേക്കാണ് ആ കാഴ്ച കാണുന്നത്. അങ്ങോട്ടേക്ക് വരുന്ന ഗീതുവിനെയും ഗോവിന്ദയും. പെട്ടെന്ന് രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അനാഥക്കയുടെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നെങ്ങനെ മാറിപ്പോയി നിൽക്കുക, അവിടെ എങ്ങാനും കണ്ണിപ്പെട്ടാ തീർന്നു പറയണം. എനിക്കാരും പേടിയിരുന്ന് അനാർക്കലി പറയാം, നിനക്ക് പേടിയില്ലായിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് നല്ല ഭയമുണ്ടെന്ന് പറയാണ്. അങ്ങനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടേ നിർത്തുവാണ്. പിന്നീട് ഗീതവും ഗോന്നും കൂടെ ഇറങ്ങി വരുമ്പോൾ രഞ്ജുവും ധ്യാനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്ന കാഴ്ച കാണുന്നത്. അത് കണ്ടതും വല്ലാത്തൊരു ഞെട്ടലാണ് ഗോവിന്ദനുണ്ടാകുന്നത്. പെട്ടെന്ന് രഞ്ജു അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ഗോവിന്ദന്റെ കാലിലേക്ക് വീണിട്ട് പറഞ്ഞു, അതെ ഞങ്ങളെ അനുഗ്രഹിക്കണോ ഏട്ടാ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറയണം. ഒരു നിമിഷം ഗോവിന്ദന് വല്ലാത്തൊരു ഞെട്ടലുണ്ടായത്. ഗീത ചോദിച്ചു, അല്ല ഇതെന്ത് പരിപാടി രഞ്ജു കാണിച്ച, ആരോടും ഒരു വാക്ക് പോലും പറയാതെ? അത് പിന്നെ അങ്ങനെ പെട്ടെന്ന് അതൊക്കെ അങ്ങോട്ട് സംഭവിച്ചു പോയി, ആരോടും ഒന്നും പറയാനായിട്ടൊന്നും പറ്റിയില്ലെന്ന് പറയണം. വിജയലക്ഷ്മിനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗോവിന്ദ്. പെട്ടെന്ന് ഗീത പറഞ്ഞു, അതെ അമ്മേനെ നോക്കണ്ട, അമ്മ എന്തായാലും തെറ്റും ചെയ്തിട്ടില്ല, അമ്മ തന്നെ ഇവിടെ വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞ കാര്യം അറിയണേ. അമ്മ ആദ്യമേ നമ്മളോട് പറഞ്ഞല്ലായിരുന്നോ അതിന് അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്, ഇനിയിപ്പൊ അമ്മേനെ നോക്കണ്ടെന്ന് പറയണം. വിജയലക്ഷ്മിക്ക് എന്നിട്ടൊരു സമാധാനം വന്നില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, അല്ല കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ഒരുമിച്ചുള്ള ജീവിതം അതിപ്പോ വേണോ? ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ആർഭാടപൂർവ്വം ഒരു കല്യാണം നടത്തിയിട്ട് അതിനുശേഷം പോരെ നിങ്ങളുടെ ജീവിതം എന്ന് ചോദിക്കുക. ഇത് കേട്ട് രഞ്ജു ചോദിച്ചു, അതെന്തിനാ അങ്ങനെ? ഞങ്ങളുടെ കല്യാണം ഇന്ന് കഴിഞ്ഞു, ഇന്ന് തൊള്ള ഞങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുക, പിന്നെ ഫംഗ്ഷനോ കാര്യങ്ങളോ അതൊക്കെ എപ്പോഴെങ്കിലും വെച്ചു, അതിനകത്തൊന്നും വലിയൊരു കഥയില്ലെന്ന് പറയണം. ഗീത പറഞ്ഞു, അങ്ങനെയല്ലല്ലോ രഞ്ജു, ഇതേ ഇപ്പൊ ഗോവിന്ദേട്ടനാണെങ്കിലും വിജയലക്ഷ്മി അമ്മയ്ക്കാണല്ലോ ഒത്തിരി ആഗ്രഹങ്ങൾ കാണത്തില്ലേ, കാരണം നല്ല ആർഭാടപൂർവ്വം കല്യാണം നടത്തണം എന്നൊക്കെ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒളിച്ചോട്ട കല്യാണം, അത് അവർക്ക് അംഗീകരിച്ചു തരാൻ പറ്റുന്ന കാര്യമാണോ? ഇനിയിപ്പൊ ആര് അംഗീകരിച്ചാലും കൊള്ളാം, അംഗീകരിച്ചില്ലേലും കൊള്ളാം, ഞങ്ങൾ എന്താളും പരസ്പരം ജീവിക്കാൻ തന്നെ തീരുമാനിച്ച് വിവാഹം കഴിച്ചവരാണ്. അതുകൊണ്ട് ഇനിയിപ്പൊ ഞങ്ങളെ എന്താളും വേർപിരിക്കാനായിട്ട് നോക്കണ്ടെന്ന് പറയാം. ഇതെന്താ നിങ്ങളിപ്പോ വന്നപ്പോ തൊട്ട് പറയുന്നാണല്ലോ, ഇതിന് മാത്രം എനിക്കെന്താ, ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ വല്ല മാറാരോഗം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ട വിജയലക്ഷ്മി എല്ലാവരും ഒന്ന് ഞെട്ടുവാണ്. അല്ല എന്താ ഒന്നും മിണ്ടാത്തെ? പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ധ്യാൻ ഇങ്ങോട്ട് വന്നേ, ഞാൻ ധ്യാനോട് ഇച്ചിരി സംസാരിക്കട്ടെ എന്ന് പറയണം. ഓഹോ, മുമ്പേ അമ്മയായിരുന്നു തനിച്ച് സംസാരിക്കേണ്ടത്, ഇപ്പൊ ഗോവിന്ദനാണോ? ഇതിന് മാത്രം എന്താ ഇപ്പൊ തനിച്ച് ധ്യാനോട് സംസാരിക്കാനുള്ളേ? എന്നെ കുറിച്ച് എന്തെങ്കിലും ആണോ? ഞാൻ പെട്ടെന്ന് വല്ല മരിച്ചു പോകുന്ന വല്ലതും മറ്റും പറയാനാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ അവസ്ഥയായി ഗോവിന്ദന്. എന്ത് ചെയ്യാനും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് ഗീത പറഞ്ഞു, രഞ്ജു നീ എന്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നേ? അങ്ങനെ അതിനെ കുറിച്ച് സംസാരിക്കാനല്ലെന്ന് പറയാണ്. അത് പിന്നെ സംസാരിക്കാനുള്ള കാര്യം ഇപ്പൊ കുറച്ച് കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഗോവിന്ദന്റെ ധ്യാനോട് സംസാരിക്കാനായിട്ടാ. അപ്പൊ അതൊക്കെ ഒന്നും വീട്ടിൽ കൊടുക്കണ്ടെന്ന് ചോദിക്കണം. ഓ അതാണോ കാര്യം, ഞാൻ വെറുതെ അങ്ങ് തെറ്റിദ്ധരിച്ചെന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞു, ശരിയാ അത് തന്നെയാ, കാരണം കടങ്ങളൊക്കെ വീട്ടിയിട്ട് പോരെ കല്യാണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ധ്യാനോട് പറഞ്ഞിട്ടുണ്ട്, അതാ ധ്യാൻ ഇത്രയും കാലം കല്യാണത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതിരുന്നെന്ന് പറയാം. രഞ്ജു പറഞ്ഞു, ഞാനിവനെ എത്ര നിർബന്ധിച്ചെന്നറിയാമോ, ഇവന് കല്യാണത്തിന് സമ്മതമല്ലായിരുന്നു. ധ്യാൻ പറഞ്ഞു, ഇപ്പൊ തന്നെ ഗോവിന്ദനെ പറഞ്ഞു കേട്ടില്ലേ, എന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയതിന് ശേഷം നിന്നെ കല്യാണം കഴിച്ചാൽ മതി എന്നർത്ഥം ഞാനിരുന്നേ, അതുകൊണ്ടാ അതിന് മറ്റൊരു കാരണം നീ കണ്ടെത്തണം എന്നൊക്കെ രഞ്ജുവിനോട് ധ്യാനം പറയണം. രഞ്ജുവിന് ഏറെക്കുറെ അതൊന്നും വിശ്വാസമായി, എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. ആ സമയം ഗീത പറഞ്ഞു, അതെ ഇവിടെ ഒന്നും ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ എങ്ങോട്ടേലും പോവാന്ന് പറയണം. പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു, നമുക്ക് ചെമ്പശ്ശേരിയിലേക്ക് തന്നെ പോവാം, ദേ ഇവരവിടെ ഒന്നും താമസിക്കട്ടെ എന്ന് പറയാം.
ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജു പറഞ്ഞു, എവിടെ താമസിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കണേ, അത് ഞങ്ങൾ ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് പറയണ. ധ്യാൻ പറഞ്ഞു, എന്തായാലും അമ്മ വിളിച്ചല്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് പോയേക്കാന്ന് പറയണം. പക്ഷേ എങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന്റെ മുഖം വല്ലാതെ ആയിപ്പോയി. ചെമ്പകശ്ശേരിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അതത്ര നല്ല കാര്യമല്ല. അവൻ ഏറ്റവും വെറുക്കുന്ന ഒരു സ്ഥലമാണ് ചെമ്പകശ്ശേരി വീട്. പിന്നീട് എല്ലാവരും കാറിൽ കയറുന്ന സമയത്ത് ഗീതു ഗോവിന്ദനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ബാ ഗോവിന്ദേട്ടാ, എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, വരാൻ പറയണ. അങ്ങനെ ഗോവിന്ദനും വേറെ ഗത്യന്തരമില്ലാതെ അവസാനം ഗോവിന്ദൻ കാറിൽ കയറുവാണ്. പിന്നീട് അവർ ചെമ്പകശ്ശേരിയിലേക്ക് ചെല്ലുവാണ്. ചെമ്പകശ്ശേരിയിലേക്ക് ഇന്ന് കാറിൽ നിന്ന് ആദ്യം വിജയലക്ഷ്മി ഇറങ്ങുവാണ്. പിന്നീട് രഞ്ജു ഒക്കെ ഇറങ്ങി. ഈ സമയം ഗീത എന്നിട്ട് വിജയലക്ഷ്മി പറഞ്ഞു, അമ്മ അകത്തേക്ക് ചെല്ല്, അകത്തേക്ക് ചെന്നിട്ട് നിലവിളക്കും ആരതിയൊക്കെ എടുത്തോണ്ട് പോവാ. ഒന്നുമില്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വരുന്നല്ലേ, അപ്പൊ അവരെ അതിൻ്റെതായ രീതിക്ക് വേണ്ട സ്വീകരിക്കാണെന്ന് പറയാം. ശരി മോളെ, ഞാനിപ്പം ചെന്നിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അകത്തേക്ക് കയറി പോവാ. അകത്തേക്ക് കയറി പോയിട്ട് വിജയലക്ഷ്മി നേരെ പൂജാമുറിയിലേക്കാ ചെന്നേ. വിജയലക്ഷ്മി അവിടെ ചെന്നിട്ട് പൂജാമുറി നിന്ന് ആ വിഗ്രഹത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ, എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു പരീക്ഷണം? അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ ഒരിക്കലും പാടില്ലാത്ത രഞ്ജുവിനൊരു കുടുംബജീവിതം പറഞ്ഞിട്ടുള്ളതല്ല, എന്നിട്ടാണോ നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോടൊന്ന് പറയേണ്ടതല്ലേ? ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊരു പോംവഴി കാണിച്ചാട്ട്. രഞ്ജുവിന് ജീവൻ അപകടത്തില. കല്യാണം കഴിഞ്ഞ പിന്നെ അവൾക്ക് അധികം നാൾ ആയുസ് ഉണ്ടാകത്തില്ല. അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് നീ എന്തെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരയുവാണ്. കുറെ സമയം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം വിജയലക്ഷ്മി സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും കാലം ഒരു പോറൽ പോലും ഏൽക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴാണെങ്കിൽ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിരിക്കുന്നു. പക്ഷെ അവള് തുറന്നു പറയാനും പറ്റില്ല അവളുടെ അസുഖത്തെക്കുറിച്ചൊക്കെ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിപ്പോ ആരോട് തുറന്നു പറയും, എങ്ങനെ പറയുമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് വിജയലക്ഷ്മി. കുറെ സമയമായിട്ടും വിജയലക്ഷ്മിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു അകത്തേക്ക് അന്വേഷിച്ച് വരുവാണ്. അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂജാമ്മയുടെ അവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന വിജയലക്ഷ്മിനെ കാണുന്നത്. പെട്ടെന്ന് ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗീതു കുറെ സമയം കൂടെ നിന്നു. കരച്ചിലും പ്രാർത്ഥനയും നിൽക്കുന്നില്ല. ഇവിടുന്ന് ഗീത എന്ന് അമ്മയെന്ന് വിളിക്കുകയാണ്. അമ്മയെന്ന് വിളിച്ചും വിജയലക്ഷ്മി തിരിഞ്ഞു നോക്കി. കണ്ണൊക്കെ നിറഞ്ഞൊഴുകിക്കുന്നുണ്ടപ്പോൾ ഗീതിന് മനസ്സിലായി കരയി വന്ന്. അമ്മ എന്തിനാ ഇത്ര വിഷമിക്കണേ? രഞ്ജുവിനെ കുറിച്ച് ഓർത്തിട്ടാണോ? സങ്കടപ്പെടണ്ട, കല്യാണം കഴിഞ്ഞില്ലേ. അല്ല മോളെ, നടക്കാൻ പാടില്ലാത്ത കല്യാണമായിരുന്നു, നിനക്കറിയാലോ. ഒരിക്കലും ആ ബന്ധം തമ്മിൽ ചേർത്തില്ലായിരുന്നു പറയണം. അമ്മേ, അതൊക്കെ ശരി തന്നെ, പക്ഷെ നമുക്ക് അവരെ വേർപിരിക്കാൻ പറ്റുമോ? രഞ്ജു ഇങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമുക്ക് അതിനെ എതിർക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഈ അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം നയിക്കത്തില്ലെന്നുള്ളൂ. പക്ഷെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കാണ്ട് സാധിക്കില്ല. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പ്രഗ്നന്റ് ആവാതിരുന്നാൽ മാത്രം മതി. പ്രഗ്നന്റ് ആയാൽ മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം അതാ അടുത്ത പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ വയറ്റ് വളർന്ന കുഞ്ഞിലേക്ക് ഇത് വ്യാപിക്കും. അങ്ങനെ ഒരു അസുഖമാണ് ഇതെന്നൊക്കെ പറയണം. അതുകൊണ്ട് അമ്മ പേടിക്കണ്ട. പക്ഷേങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഓർത്ത് വയ്ക്കേ, രഞ്ജുവിനും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ കാണത്തില്ലേ, നമുക്കതിനെ എത്രമാത്രം എതിർക്കാനായിട്ട് സാധിക്കും? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കില് എന്താ പക്ഷേങ്കില് ധ്യാനോട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ധ്യാൻ പറയട്ടെ എന്ത് വേണമെന്ന്. അവനാണല്ലോ തീരുമാനം എടുക്കേണ്ട ആള്. പക്ഷെ ധ്യാനോട് തനിച്ച് സംസാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധ്യാനെ ഒന്ന് ധ്യാനോടൊന്ന് സംസാരിക്കാനായിട്ട് ഒരു സമയം കിട്ടണ്ടേ? കാരണം അതിന് രഞ്ജു ഒന്ന് സമ്മതിക്കണ്ടെന്ന് ചോദിക്കുക. ആ സമയത്ത് സാന്ദ്ര അങ്ങോട്ട് വന്നു. ആഹാ, മാഡത്തിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഗീത കഴിഞ്ഞു. അതെ, ഒരു കാര്യം ചെയ്യുക സാന്ദ്ര പോയി അവരെ അകത്തേക്ക് കൊണ്ടുപോകാനുള്ള ആരതിയൊക്കെ എടുത്തുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേലക്കാരുടെ പറയാണ്. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര അങ്ങോട്ട് അകത്തേക്ക് പോയി. പിന്നീട് വിജയലക്ഷ്മിയുടെ പതുക്കെ ഒന്ന് ഓരോന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഗീത. അതിനുശേഷമാണ് ആരതിയൊക്കെ എടുത്തോണ്ട് അവരങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ നിലവിളക്ക് ആരതിയൊക്കെ കൊടുത്ത് അവരെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരുവാണ്. ഈ സമയത്ത് ഗോവിന്ദ അകത്തേക്ക് കയറണോ വേണ്ടോ എന്നറിയാതില്ല, അവിടെ നിൽക്കുകയാണ്. വിജയലക്ഷ്മി പറഞ്ഞ് അകത്തേക്ക് കയറി വരാൻ പറയാണ്. അങ്ങനെ ദേഷ്യത്തോട് കൂട്ടാണ് ഗോവിന്ദ അകത്തേക്ക് കയറി വരുന്നത്. അകത്തേക്ക് കയറുന്ന അവരിയ്ക്കുകയാണ്. പിന്നീട് വിജയലക്ഷ്മി പോയി മധുരം എടുത്തുകൊണ്ട് വന്നിട്ട് രണ്ടുപേർക്കും കൊടുത്തു. അതിനുശേഷം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഗീത പറഞ്ഞു, അതെ ഇനിയിപ്പോൾ ഗോവിന്ദണ്ണ മധുരം കൊടുക്കണ്ടേ, ഗോവിന്ദണ്ണ മധുരം കൊടുക്കാൻ പറയാണ്. പിന്നീട് ഗോവിന്ദൻ കൊടുക്കുകയാണ്. ആ സമയം രഞ്ജുനോട് ഗീത ചോദിച്ചു, അല്ല ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? പിന്നെ അല്ല ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണ്ടേന്ന് ചോദിക്കും. ഓ അത് ശരിയാ, അത് ഞാൻ മറന്നു. അതെ അകത്തേക്ക് വരാൻ പറയണം. അല്ല ധ്യാനം വരട്ടെ, ധ്യാനിന്റെ ഡ്രസ്സും അകത്തല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടെന്ന് ധ്യാനം പറഞ്ഞു, അതെ എനിക്ക് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാൻ പോകണം, വണ്ടി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് ഇടുകയൊക്കെ ചെയ്യണമെന്നൊക്കെ പറയണം. ഓ പിന്നെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ട്, അതും കൂടെ എടുക്കണമെന്ന് പറയാം. ഗീത പറഞ്ഞു, അതെ അവരതൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ട് വട്ടെ, ഗോവിന്ദേട്ടനും ധ്യാനം കൂടെ പോയി എടുത്തോണ്ട് വട്ടെ, ബാ നമുക്ക് പോയി ഡ്രസ്സൊക്കെ മാറ്റാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യക്തി രഞ്ജുനെ കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ്. ഈ സമയം ധ്യാൻ്റെ അടുത്ത് എന്നിട്ട് ഗോവിന്ദ് പറഞ്ഞു, ധ്യാൻ വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധ്യാൻ ഒരു കാര്യം മനസ്സിലായി. കാരണം
പഞ്ഞിക്കിടാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. കാരണം കല്യാണം ഇപ്പൊ വേണ്ട, രഞ്ജിന് ജീവൻ അപകടത്തിലാണെന്ന് കുറെ തവണ പറഞ്ഞതാ. പക്ഷെ ധ്യാനം അതിനെക്കുറിച്ച് പറഞ്ഞ അനാർക്കലിയോട്. പക്ഷെ അനാർക്കലി അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കില്ല. പോരാത്തന്റെ രഞ്ജു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.